നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസിനും വീഴ്ച സംഭവിച്ചതായി കോടതി. കേസിലെ വിധി പകർപ്പിലാണ് പോലീസിന്റെ വീഴ്ചകൾ കോടതി അക്കമിട്ട് നിരത്തിയത്. കുഞ്ഞു കൊല്ലപ്പെട്ട് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്ത് എത്തിയതെന്നും കേസിൽ തെളിവ് ശേഖരിക്കുന്നതിൽ ഉൾപ്പെടെ പോലീസിന് വീഴ്ച സംഭവിച്ചതായും വിധി പകർപ്പിൽ പറയുന്നു. കുട്ടി കൊല്ലപ്പെട്ടതാണെന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ചെയ്തത് പോലീസ് അറസ്റ്റ് ചെയ്ത അർജുനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി ഉത്തരവിലെ കണ്ടെത്തൽ. കേസിലെ ശാസ്ത്രീയ തെളിവുകളുടെ പോരായ്മ, അതുപോലെ കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിൽ പോലീസിനുണ്ടായ അപാകത തുടങ്ങിയ പോലീസ് വീഴ്ചകളാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം കേസിലെ പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണമെന്നാണ് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച ഇവർ അപ്പീൽ നൽകുമെന്ന് 6 വയസ്സുകാരിയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കരുതുന്നില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് മാത്രമാണ് ജഡ്ജി കേട്ടതെന്നുമാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അടുത്ത ദിവസം അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അനുമതി ലഭിച്ചാലുടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. അർജുനെതിരെ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യത്തിനുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് അർജുന്റെ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട്. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജു ആണ് കേസ് പരിഗണിച്ചത്. കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി. അതേസമയം കേസിൽ പ്രതിയെ രക്ഷിക്കാൻ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഇത്തരമൊരു കേസിൽ ആരും ഇടപെടില്ല. കുറ്റമറ്റ രീതിയിലാണ് അന്വേഷണം നടന്നത്. കോടതി പോലീസിനെ വിമർശിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കണമെന്നും പി രാജീവ് പറഞ്ഞു. 2020 ജൂൺ 30-നാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. ഒരു അസ്വാഭാവിക മരണം നടന്നിട്ടും അന്നേ ദിവസം പോലീസ് കുട്ടിയുടെ ഈ വീട്ടിലേക്ക് എത്തിയില്ല. കുട്ടിയുടെ രക്തമോ ശരീരസ്രവങ്ങളോ ശേഖരിക്കുകയോ ചെയ്തിരുന്നില്ല. പിറ്റേ ദിവസം മാത്രമാണ് പോലീസുകാർ ഇവിടെ എത്തുന്നത്. എന്നാൽ വിരലടയാള വിദഗ്ധനെ എത്തിച്ച് പരിശോധന നടത്തിയില്ല. തെളിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ രീതി അവലംബിക്കുന്നതിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അലംഭാവം കാട്ടി. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം പോലും നടത്തിയതെന്നും വിധിപ്പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.